SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് കൂടി നമുക്ക് ചേരുകയാണ്. സഞ്ജീവ്, കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് SFI സമരമുഖത്താണ്. നിരവധി വിഷയങ്ങളാണ്. വിദ്യാർത്ഥികളുടെ മാർക്ക് വെട്ടിക്കുറച്ചത്, സർട്ടിഫിക്കറ്റുകൾ സമയബന്ധിതമായി നൽകാത്തത്, സിൻഡിക്കേറ്റിലടക്കം ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നത്, എല്ലാ പ്രശ്നങ്ങൾക്കും മുന്നിൽ ആ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് SFI സമരമുഖത്തുണ്ട്. എങ്ങനെയാണ് സർവകലാശാലയുടെ ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ SFI ഉദ്ദേശിക്കുന്നത്? ഒന്ന്, ഈ സമരങ്ങളെ അടിച്ചമർത്തുന്ന രീതിയാണ് പോലീസ് അവലംബിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് അധികാരത്തിലേറിയതിനു ശേഷം ന്യായമായി നടക്കുന്ന ഒരു സമരത്തെ, ഇവിടെ വിഷയങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ലോ കോളേജിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച വിഷയം, പരീക്ഷ ക്രമക്കേട്, വൻതോതിൽ സർവകലാശാലയിലെ ഉത്തര കടലാസുകൾ കാണുന്നില്ല എന്ന ആരോപണവുമായി വിദ്യാർത്ഥികൾ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തി വേണ്ട നടപടികൾ എടുത്ത് ഇതൊക്കെ തിരുത്തി പോകാൻ ആവശ്യകരമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു സമരത്തെ ബാധിക്കുന്ന വിഷയത്തിൽ സമരം ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ അതിനെ അടിച്ചമർത്താനാണ് കോൺഗ്രസ് പോലീസ് ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് നേതൃത്വത്തിൽ സമരം നടക്കുമ്പോൾ സ്വാഭാവികമായും രജിസ്ട്രാറുമായി ചർച്ച നടത്തി അത് ഏതു വിധത്തിലാണ് പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. പക്ഷെ ഇവിടെ പോലീസ് എടുക്കുന്ന നിലപാട് നേരെ വിപരീതമാണ്. അവർ നേരിട്ട് ആക്രമിക്കാനാണ് ശ്രമിക്കുന്നത്. സാധാരണഗതിയിൽ വിദ്യാർത്ഥി സമരങ്ങളോട് കേരളത്തിന്റെ പോലീസ് സംവിധാനം കഴിഞ്ഞ 10 വർഷം കാണിക്കുന്ന യാതൊരുവിധ മര്യാദയും കാണിക്കാതെ എല്ലാത്തെയും അടിച്ചമർത്തുക എന്നുള്ള ഒരു നിലപാട് പോലീസ് സ്വീകരിക്കുന്നത് അസ്വീകാര്യമാണ്. അത് അങ്ങേയറ്റ പ്രതിഷേധകരമാണ്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. SFIയുടെ സമരവുമായി മുന്നോട്ട് പോകും. SFIയെ അടിച്ചമർത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ പ്രതിരോധിച്ച് മറികടന്ന് വരിക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ചെയ്ത് മുന്നോട്ട് വന്ന രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആ മാർച്ച് പൂർത്തീകരിച്ച് ആ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവസാനം വരെ നിലകൊള്ളും എന്നുള്ളതാണ് SFIക്ക് വേണ്ടി. ഈ സർവകലാശാല അധികൃതർ, രജിസ്ട്രാറും VC അടക്കമുള്ളവർ ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്തതല്ലേ ഈ പ്രശ്നങ്ങളിലേക്ക്, ഈ മാർച്ചിലേക്ക്, ഈ വലിയ സമരങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്? ഒന്ന്, ഞങ്ങൾ കഴിഞ്ഞ കുറെ വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ VC ആ യൂണിവേഴ്സിറ്റിയിൽ ഇല്ല. നിങ്ങൾക്ക് കേരളത്തിലെ ഏത് സാധാരണക്കാരനും ആഴ്ചയിൽ 5 ദിവസം വരുന്ന ഈ വർക്കിംഗ് ഡേയ്സിൽ ഏത് ദിവസം പോയാലും ഈ VC അവിടെ കാണാൻ കഴിയില്ല. അപ്പൊ VCയെ കാണാൻ കഴിയാത്ത ഒരു സർവകലാശാലയെ കേരള സർവകലാശാല മാറി. നമ്മൾ കാണേണ്ടത് രാജ്യത്തെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റിൽ പെടുന്ന ഒരു സർവകലാശാലയിൽ VC വരുന്നില്ല. VC വരാതോടുകൂടി നമുക്ക് ആവശ്യം ഉന്നയിക്കാനോ നടപടികൾ എടുക്കാനോ തീരുമാനം എടുക്കാനോ കഴിയുന്നില്ല. എപ്പോഴാണ് VC വരിക? സംഘപരിവാറിന് അനുകൂലമായി തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ അധികാരം ഉപയോഗിച്ച് പല ഘട്ടങ്ങളിലായി അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള സംഘപരിവാർ വൽക്കരണത്തെ സ്ഥായിയായി അവിടെ സ്ഥാപിക്കാനൊക്കെയുള്ള തീരുമാനമെടുക്കാൻ വേണ്ടി മാത്രമാണ് ആ VC അങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഭരണസ്തംഭനവും ഭരണഘടനാപരമായിട്ടുള്ള ഇടപെടലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ബോഡികളും ഇന്നിപ്പോ ആ നിലയിൽ സർവകലാശാലയിൽ നിശ്ചലമാണ്. ഇപ്പോൾ ഗവർണറുടെ ഓഫീസ് കേവലം രാഷ്ട്രീയപരമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ VCമാരാണെങ്കിൽ ഈ നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അവര് സർവകലാശാലയുടെ ഡേ ടു ഡേ അഫീസിൽ ഇടപെടുന്നില്ല. അപ്പൊ ഇങ്ങനെ വരുന്നതോടുകൂടി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ബാധിക്കപ്പെടുകയാണ്. ഇവരോടാണെങ്കിൽ കോൺഗ്രസിനും KSUവിനും യൂത്ത് കോൺഗ്രസിനും മൗനമാണ്. ഇവരോട് വ്യത്യസ്ത അഭിപ്രായമില്ല. ഭരിക്കുന്ന മന്ത്രിക്കും വ്യത്യസ്ത നിലപാടില്ല. മന്ത്രിക്കാണെങ്കിൽ ഒന്നും പറയുന്നില്ല. അപ്പൊ ആ നിലയിലേക്ക് കാര്യം മാറുമ്പോൾ ഏകപക്ഷീയമായി സംഘപരിവാറിന്റെ രാഷ്ട്രീയം നടപ്പിലാക്കാനുള്ള കേവലപരമായ ഒരു സ്ഥാപനമായി യൂണിവേഴ്സിറ്റി മാറുകയാണ്. യൂണിവേഴ്സിറ്റിയുടെ ആത്യന്തികമായ ലക്ഷ്യങ്ങളിൽ നിന്ന് യൂണിവേഴ്സിറ്റിയെ പുറകോട്ട് വലിക്കുകയും ഈ വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്ന ഈ പൊതു സർവകലാശാലകളെയും ഈ നാടിന്റെ പൊതുവിദ്യാഭ്യാസത്തെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയും തകർക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ കണ്ടു നിൽക്കാൻ കഴിയില്ല. ശക്തമായ സമരം ചെയ്യേണ്ടതായി വരുന്നു. രജിസ്ട്രാർ ഉൾപ്പെടെ വളരെ ദുശാഠ്യപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഞങ്ങളോട് ചർച്ച ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്? ന്യായമായ കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരവില്ലാത്തത് കൊണ്ട് അതിന് തയ്യാറാവുന്നില്ല. അപ്പൊ ആ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് കേട്ട് നമുക്ക് നിർത്താനും കഴിയില്ല. കൃത്യമായി വിദ്യാർത്ഥികൾക്ക് വേണ്ട അവകാശങ്ങൾ, അവരുടെ അടിസ്ഥാന അവകാശമാണ്. പരീക്ഷ കഴിഞ്ഞാൽ മാർക്ക് കിട്ടണം, അതിന്റെ റിസൾട്ട് വരണം, എന്നാലേ ഉന്നത പഠനത്തിന് പോകാൻ കഴിയൂ. അപ്പൊ ആ ആൻസർ പേപ്പർ എവിടെ നോക്കുമ്പോൾ ആൻസർ പേപ്പർ ഇല്ല യൂണിവേഴ്സിറ്റിയിൽ. അത് പ്രശ്നമല്ലേ? LLB വിദ്യാർത്ഥികളുടെ പ്രശ്നമല്ലേ? ഹോസ്റ്റൽ സൗകര്യം ഇല്ലാത്തതിന്റെ കാരണത്താൽ അനാദികാലത്തേക്ക് ഹോസ്റ്റലുകൾ അടച്ചിടുന്ന നിലപാടെടുക്കുന്നു. ആ സൗകര്യം ഒരുക്കാൻ തയ്യാറാവുന്നില്ല. അപ്പൊ ആർക്കു വേണ്ടിയാണ്? ഇതൊക്കെ ന്യായമായ ആവശ്യമാണ്. ആ ന്യായമായ ആവശ്യം കിട്ടാതെ കുട്ടികൾ വലയുമ്പോൾ വിദ്യാർത്ഥി സംഘടനയായ SFI രംഗത്ത് വരുമ്പോൾ അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല. ശരി, വളരെ നന്ദി PS സഞ്ജീവ്.